കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ്. അപ്പം എൻ്റെ തൊട്ട് പുറയിൽ ഒരു ഭീകരത തോന്നിക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം. മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന് ഓർത്ത് നോക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ കാണുക. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ് കവലയിൽ. നിങ്ങൾ കണ്ടല്ലോ, ആ കെട്ടിടങ്ങൾ നിൽക്കുന്ന കണ്ടല്ലോ, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിൻ്റെ മുകളിലത്തെ ബീമുകൾ മുഴുവൻ ഇളകിപ്പോയിട്ട് കയറിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടിയിലൊക്കെയാണ് നിരവധി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ കെട്ടിടത്തിൻ്റെ മുകൾ വശം മുഴുവൻ കണ്ടോ ദ്രവിച്ച അവസ്ഥയിലാണ്. അവിടെ പിന്നെ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കെട്ടിടം ഇപ്പോഴും പോകാതെ നിൽക്കുന്നത്. അത്രയ്ക്കും മോശം അവസ്ഥയിലാണ് ആ കെട്ടിടം നിൽക്കുന്നത്. കണ്ടോ, ആ ബൈക്കുകാരൻ അതിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. കണ്ടോ, കയറും കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. അത്രയും ഭാരമുള്ള കോൺക്രീറ്റ് ബീം അല്ലെ തൂണായിരിക്കും അത്. നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ, അത് കയറെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും അവിടെ എന്ത് സംഭവിക്കാം. ഇതാണ് പുതുപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ്. നിരവധി ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ, യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. കണ്ടോ, ആ ബസ് ഇറങ്ങിപ്പോകുന്ന സ്ഥലം. ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത്ര മോശമായിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കണ്ടോ, ആ കെട്ടിടത്തിൻ്റെ ആ സൈഡ് മുഴുവൻ ദ്രവിച്ച് തന്നെ നിൽക്കുകയാണ്. അത് ഏത് നിമിഷവും നനം പൊത്താം. കണ്ടോ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഹോളുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പം നമുക്ക് അവിടെയും കൂടെ കയറാം. കണ്ടോ, നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അക്ഷയ അടക്കം നിരവധി സ്ഥാപനങ്ങളുണ്ട്. നമുക്കതിൻ്റെ ആ ബീമിൻ്റെ കാഴ്ചയും കൂടെ നിങ്ങൾക്കൊന്ന് കാണാം. അവിടെ എല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ, ആ പരിസരം മുഴുവൻ പ്രാവിൻ്റെ കാഷ്ടമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടോ. മുഴുവൻ കയറെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ ബീം ഉണ്ടോ, അവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുക. അവിടുന്ന് ഏത് നിമിഷവും ഇത് ഇടിഞ്ഞ് താഴോട്ട് വീഴാം. യാത്രക്കാരുടെ ദേഹത്ത് തന്നെ വീഴുകയും ചെയ്യും. വലിയൊരു ദുരന്തം ഉണ്ടാവുകയും ചെയ്യും. കാരണം അതിന് തൊട്ട് വാതിക്ക് ഒരു ബേക്കറിയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം അവിടെ. അത്രയ്ക്കും ഭീകരതാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് ഇത് കയറ് വെച്ച് കെട്ടി വെക്കുക എന്ന് പറയുന്നത് നോർത്ത് നോക്കിയേ. ഇവരെന്താ ഇത് കാണിക്കുന്നത്? മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇത് ചെയ്യും ഇതുപോലെ ഇത്രയ്ക്കും മോശമായിട്ട്? കണ്ടോ, ഒരു ദിവസം വാഹനങ്ങൾ ഒഴുകുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോടെ. കണ്ടോ, ഇപ്പം കവലയിലെ വൺ വേ സംവിധാനം ആയതുകൊണ്ട് വാഹനങ്ങൾ മുഴുവൻ അതിലെയാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ആൾക്കാർ നിൽക്കേണ്ടത്. ബസ് കയറാനും അതുപോലെ ബേക്കറി സാധനം മേടിക്കാനും എല്ലാം അവിടെ നിൽക്കണ്ടോ. ഇതിൻ്റെ പരിസരം ഇവിടെ എല്ലാം കിടക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. മൊത്തം പ്രാവിൻ്റെ കാഷ്ടം. ഇതിൻ്റെ അടുത്ത ബീമും അതുപോലെ തന്നെ പൊട്ടി നിൽക്കുകയാണ്. ഒരു വലിയ ദുരന്തം പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനെ കാത്തിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ദുരന്തം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഒരു ദുരന്തം നടന്നു കഴിഞ്ഞിട്ടും ആൾക്കാർ അതിനെപ്പറ്റി ബോധവാന്മാരാകത്തുള്ളൂ. അതെല്ലായിടത്തും അങ്ങനെയാണ്. കണ്ടോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്ന്. ബേക്കറിയിലാണെങ്കിലും മഴ പെയ്യുമ്പോഴെല്ലാം ആൾക്കാർ ഓടിക്കയറി നിൽക്കുന്നൊരു സ്ഥലമാണ് ആ ബേക്കറിയുടെ തൊട്ടടുത്ത്. അപ്പോൾ ഉടൻ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.